ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി പായസമാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പായസമാണ്. ഈ വരുന്ന ഇതിന് എന്തായാലും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. എന്നാൽ പിന്നെ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. പായസം ഉണ്ടാക്കണ മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സാബുനരി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 1/3 കപ്പ് സാബുനരി എടുത്തിട്ടുണ്ട്, ചവ്വരി. ഇതൊന്ന് കഴുകി എടുത്തതിന് ശേഷം നമുക്ക് ചൂടാക്കി എടുക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടിപ്പോയാലും പ്രശ്നമില്ല കേട്ടോ. ഇത് നമ്മൾ ഊറ്റിയിട്ടെടുക്കാനുള്ളതാണ്. സാബുനരി ഒന്ന് വേവിച്ചിട്ട് ഊറ്റിയിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വെന്ത് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. പഴുക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോഴേ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കുക. സാബുനരിൻ്റെ ആ വെള്ള കളറൊന്ന് മാറിയിട്ട് ട്രാൻസ്പാരൻറ്റ് കളറായിട്ട് കിട്ടണം. അപ്പോഴാണ് ഇത് വെന്തിക്കണമെന്ന് മനസ്സിലാവുക. ഇപ്പോൾ സാബുനരി കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയിട്ടെടുക്കണം. അപ്പോൾ ഒരു അരിപ്പയിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. അരിപ്പയിലോട്ട് ഫുള്ള് മാറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ തണുത്ത ഐസ് വാട്ടറോ എന്തായാലും മതി. അപ്പോൾ 2-3 പ്രാവശ്യം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലെ പശ ഒന്ന് പൊക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇങ്ങനെ ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ചെടുത്തിട്ട് പൊക്കുക. എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ട് അതിലെ പശയൊക്കെ കംപ്ലീറ്റ് പോകണ വരെ നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ സാബുനരി കറക്റ്റ് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതവിടെ വെക്കാം. ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റ് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. ഒരു പാന് ചൂടായതിനു ശേഷം അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിൻ്റെ ഈർപ്പൊക്കെ മാറി ഒന്ന് വെന്ത് കിട്ടണം. ഫുള്ള് വെന്ത് കൊഴിഞ്ഞ് പോകണ്ട, ഒരു 3/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. നെയ്യിൽ നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഷുഗറും കൂടി ചേർത്തിട്ട് മിക്സാക്കിയിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ ക്യാരറ്റൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ കളറൊന്നും മാറരുത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുത്താൽ മതി. ഒരു പാന് ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ ബ്രെഡാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ മതിയാകും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ചൂടാക്കിയിട്ടെടുക്കുക, കളറൊന്നും മാറാതെ. നമുക്കിത് പാനിൽ മാറ്റി കൊടുക്കാം. ഇത് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് സോസ് പാനിലോട്ട് ഒരു 3 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഒരു 750 ml ഉണ്ടാകും. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ടെടുക്കണം. ഇപ്പോൾ പാല് നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കണം. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ബ്രെഡ് ക്രംസ് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് 1 മിനിറ്റ് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കണം. ബ്രെഡിൻ്റെ പച്ചച്ചുവന്ന് മാറി കിട്ടണം. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കണം. അപ്പോൾ നിങ്ങൾ ബ്രെഡ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറേ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഭയങ്കര തിക്കായി പോകും. ഒരു കണക്കിൽ വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ പാലൊക്കെ നല്ല തിളച്ച് ബ്രെഡൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. സാബുനരിയും ചേർത്ത് കൊടുക്കുക. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോന്ന് ചേർത്തിട്ട് നല്ല മിക്സാക്കാം. അപ്പോൾ ഓൾറെഡി വെന്ത ക്യാരറ്റും സാബുനരിയൊക്കെയാണ്. അപ്പോൾ 2 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചിട്ടെടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാ ക്യാരറ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കാം. മിക്സാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സാബുനരിയും കൂടി ചേർത്ത് കൊടുക്കണം. സാബുനരി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്നിച്ച് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കിയിട്ടെടുക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് സാബുനരി ഇതിലോട്ട് ചേർത്തിട്ട് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ഷുഗറും കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ കുറച്ച് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് മിൽക്ക് മേഡും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്ത് നോക്കുകയാണ്. എന്നിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് നോക്കാം. പോരെങ്കിൽ കുറച്ചും കൂടി മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കുക. അപ്പോൾ മധുരം നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചും കൂടി മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഞാനൊരു 1/3 കപ്പും കൂടി കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി ചേർത്തിട്ട് നല്ല മിക്സാക്കിയതിന് ശേഷം ഒന്ന് 2 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ക്യാരറ്റും സാബുനരിയും ഷുഗറും കണ്ടൻസ് മിൽക്കും എല്ലാം കൂടി യോജിച്ച് കിട്ടണം. പാലൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റ് ഇങ്ങനെ തിളക്കട്ടെ, അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റൊക്കെ വേവിച്ചിട്ടെടുത്താൽ മതിയാകും. ഓൾറെഡി നമ്മൾ സാബുനരിയും ക്യാരറ്റൊക്കെ വെന്തതാണ്. എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി. ഇപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കണ മുന്നേ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓഫാക്കണ സമയത്ത് കുറച്ചും കൂടി ചേർത്താൽ ഒന്നും കൂടി അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേസ്റ്റിനും കാണാനുള്ള ഭംഗിക്കും വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് തൂമിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പാനിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാകത്തിനെല്ലാം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള നമ്മൾ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് എന്തായാലും ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ പായസം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.